Now we are going to Salmiya beach. സാൽമിയ ബീച്ചിലൊരു ബോട്ട് വാടകയ്ക്ക് എടുത്ത് കറങ്ങാൻ പോവാണ്. നമുക്ക് അവിടെ പോയിട്ട് അവിടുത്തെ വിഷയങ്ങൾ കാണാം. നമ്മളിപ്പോൾ അടുത്ത് പോകാൻ പോകുന്നത് സാൽമിയയിലുള്ള സിൽസാൻ ബോട്ട് റെന്റൽ എന്ന് പറയുന്ന സ്ഥലത്താണ്. നമ്മൾ ആൽക്കിറൻ റിസോർട്ടിൻ്റെ ഒക്കെ അടുത്ത് ഉള്ള സ്ഥലമാണ് കേട്ടോ. നമ്മൾ അങ്ങനെ സിൽസാൻ ബോട്ട് റെന്റൽ എത്തിയിരിക്കുകയാണ്. നമുക്ക് ഇവിടെ തന്നെ കുറേ ബോട്ടുകൾ കിടക്കുന്ന നമുക്ക് കാണാൻ കഴിയും. സോ ഇതിൽ ഒരു ബോട്ട്, ഇതുപോലത്തെ ഒരു ബോട്ടിലാണ് നമ്മളിപ്പോൾ പോകാൻ പോകുന്നത്. സോ ഇവിടുത്തെ റേറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ബോട്ടിന് 10 KD. 10 KD നമുക്ക് 10 പേര് വരെ മാക്സിമം പോകാനാണ് അവർ പറയുന്നത്. ഏകദേശം ഒരു 20 മുതൽ 30 മിനിറ്റ് വരെയുള്ള ഒരു യാത്രയാണ് ഇവർ പറയുന്നത്. സോ നമ്മൾ ഇതുവഴി താഴോട്ട് പോയി നിൽക്കുന്നു. നമ്മുടെ ബോട്ട് ഇപ്പോൾ ഏകദേശം വരാറായി. ഓക്കെ, നമുക്ക് അതിൻ്റെ എക്സ്പീരിയൻസ് നമുക്ക് പോകുന്ന വഴി പറയാം. കൊറോണയ്ക്കൊക്കെ മുന്നേ ഒരു ആൾക്ക് 1 KD, ഇപ്പോൾ നിങ്ങൾ ഒറ്റയ്ക്കാണ് പോകുന്നെങ്കിൽ 1 KD കൊടുത്തിട്ട് ആ ബോട്ടിൽ നമുക്ക് ഷെയർ ചെയ്ത് പോകുന്ന ഒരു ഓപ്ഷൻ ഉണ്ടായിരുന്നു. ഇപ്പോഴാണെങ്കിൽ നമുക്ക് ഇല്ല, ഒരു 10 KD കൊടുക്കണം. നിങ്ങൾക്ക് ഒരാൾക്ക് പോകണമെങ്കിലും 10 KD തന്നെ കൊടുക്കണം എന്നാണ് അവർ പറയുന്നത്. 10 KD കൊടുത്താൽ മാക്സിമം 10 പേര് വരെ കയറാം. സോ ഇവിടെ പോകുന്നവർ ഒരു ഗ്യാങ് ആയിട്ട് പോയാൽ അവർക്ക് പ്രോഫിറ്റബിൾ ആയിരിക്കും. അങ്ങനെ നമ്മുടെ ബോട്ട് എത്തിക്കഴിഞ്ഞിരിക്കുകയാണ് ഗൈസ്. നമ്മൾ അകത്തോട്ട് കയറുകയാണ്. കയറട്ടെ. ഇവരൊക്കെ നമ്മളെ കൂടെ വർക്ക് ചെയ്യുന്ന സ്റ്റാഫുകളാണ്. അങ്ങനെ അവസാനം വാണ്ടറിനേഴ്സും അകത്ത് കയറി കഴിഞ്ഞിരിക്കുന്നു. വാവ്, കായലിലൊക്കെ നമ്മൾ ബോട്ടിൽ പോയിട്ടുണ്ട്. കടലിൽ ഇത് ആദ്യമായിട്ടാണ്. അപ്പോൾ തുടക്കം ഒരു പേടിയൊക്കെ ഉണ്ടായിരുന്നു ഈ അലകളുടെ കാര്യമൊക്കെ ആലോചിച്ചിട്ട്. പിന്നെയാണ് ഓർമ്മ വന്നത് ഇവിടെ അലകളില്ലല്ലോ, പിന്നെ എങ്ങനെയാണ്. കുവൈറ്റിലുള്ള എല്ലാ ബീച്ചുകളിലും നമുക്ക് തിരമാലകളുടെ ശക്തി വളരെ കുറവാണ്. സോ നമ്മുടെ റൈഡിന് അത്രയ്ക്കും അത് ബാധിച്ചില്ല. പിന്നെ നമ്മൾ എപ്പോഴും നമ്മൾ കരയിൽ നിന്ന് കടലിലോട്ടുള്ള വ്യൂ കണ്ട് ബോറടിച്ചവർക്ക് ഇതൊരു വെറൈറ്റി എക്സ്പീരിയൻസ് ആയിരിക്കും. കാരണം നമ്മൾ കടലിൽ നിന്ന് കരയിലോട്ട് നോക്കുന്ന ഒരു വ്യൂ. ബോട്ട് റൈഡ് പൊളിയാണ്, വളരെ സിമ്പിളാണ്. പിന്നെ നമുക്ക് പാട്ട് കേൾക്കുന്ന ഒരു ഓപ്ഷൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. നമുക്ക് നമ്മുടെ ബ്ലൂടൂത്ത് കണക്ട് ചെയ്ത് ഇഷ്ടമുള്ള പാട്ടൊക്കെ കേട്ട് പോവാം. പിന്നെ ഒരു നല്ലൊരു വൈബ് തന്നെയായിരുന്നു. The Titanic movie, so I am going to take off the boat to kill that pose. The thing was, I got afraid because the boat is also moving and the water is also moving, so I can't able to leave my hand. Okay, never mind. വർത്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വർത്തി നമ്മളൊരു 10 പേരുണ്ടെങ്കിൽ വർത്തിക്ക് പോവാണെങ്കിൽ ഒന്നുമില്ല, ജസ്റ്റ് ഒരു ബോട്ടിൽ പോകുന്ന നഷ്ടം തന്നെയാണ്. സോ നമ്മൾ ഏകദേശം തിരിച്ച് കൊണ്ടിരിക്കുകയാണ്. കാണുമ്പോൾ എനിക്ക് പേടിയായിട്ട് വീട് പോയാലോ. നമ്മൾ തിരിച്ച് അങ്ങോട്ട് കുഴിച്ചിട്ട് നോക്കി പോയിക്കൊണ്ടിരിക്കുക. പിന്നെ ഞങ്ങൾ ബോട്ട് റൈഡ് കഴിഞ്ഞ് തിരിച്ചെത്തിയിരിക്കുകയാണ്. സോ എല്ലാവർക്കും വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിശ്വസിക്കുന്നു. ആൻഡ് താങ്ക് യു ഫോർ കീപ് സപ്പോർട്ടിങ് മീ ഗൈസ്. മറക്കാമ സർപ്രൈസ് பண்ணுங்க. താങ്ക് യു ഗൈസ്. നമ്മൾ അടിപൊളി ബോട്ട്. വി ഹാവ് ഡൺ എ ഓസം വണ്ടർഫുൾ, one of the best moments in our life with the boat. And we are about to fall down, Sakir. I just hold his leg, so he survived. With finger, right? Oh, with